യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കൃപാസനം മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജോഷി, ഇതെൻ്റെ ഭാര്യ ഷാലറ്റ്. ഞങ്ങൾ തങ്കി ഇടവക അംഗമാണ്. എനിക്ക് ചെറുപ്പം മുതലേ, അതായത് 14 വയസ്സുള്ളപ്പോൾ മുതൽ നടുവേദന ഉണ്ടായിരുന്നു. പല ആശുപത്രിയിൽ കയറി പല മരുന്നുകൾ കഴിച്ചുവെങ്കിലും ശാശ്വതമായ ഒരു പരിഹാരമില്ലായിരുന്നു. മരുന്ന് കഴിക്കുമ്പോൾ കുറയും എന്നല്ലാതെ വിട്ടുമാറുന്നില്ലായിരുന്നു. അതങ്ങനെ കൊണ്ടു നടന്നു. വർഷങ്ങൾ കഴിഞ്ഞു. 2013 എനിക്ക് അതിഭയങ്കരമായ നടുവേദനയും ശക്തമായ പനിയും ഉണ്ടായി. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ അഡ്മിറ്റായി. അവിടെ MRI ചെയ്തപ്പോഴാണ് കണ്ടുപിടിക്കുന്നത് എൻ്റെ സ്പൈനൽ കോഡിനുള്ളിൽ ട്യൂമറാണ്. നടുവേദനയ്ക്കുള്ള കാരണം അതാണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ തന്നെ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ സർജറിക്കുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരു 85% തളർന്നു പോകാൻ സാധ്യതയുണ്ടെന്നാണ് അവർ പറയുന്നത്. അതിനാൽ ഞങ്ങളപ്പോൾ തന്നെ സർജറിക്ക് വില്ലിങ് അല്ലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങി ഞങ്ങൾ പോന്നു. അതിനുശേഷം ഇവിടെ 2013 ഈ സംഭവം. 2013 കൃപാസനത്തിൽ വന്ന് ഞങ്ങളിവിടുത്തെ ദമ്പതി ധ്യാനത്തിൽ പങ്കെടുക്കുകയും അതിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അങ്ങനെ കുറച്ച് നാളുകൾക്ക് എല്ലാ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ വർഷവും MRI ചെയ്യണമെന്നുള്ള ഒരു കണ്ടീഷൻ മാത്രമായിരുന്നു ഡോക്ടർ പറഞ്ഞിരുന്നത്. ഗ്രോത്ത് ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2013 തൊട്ട് 23 വരെ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഗ്രോത്ത് ഇല്ലായിരുന്നു, ട്യൂമറിന് ഗ്രോത്ത് ഇല്ലായിരുന്നു. അതിനുശേഷം 23 MRI എടുത്തപ്പോൾ അതിന് ഗ്രോത്ത് ഉണ്ട്. ഇനി സർജറി ചെയ്യേണ്ടതുണ്ട്. സർജറി മാത്രമാണ് ഇനിയുള്ള പരിഹാരമെന്ന് പറഞ്ഞെങ്കിലും അവർ ഇത് ചെയ്താൽ ഈ ഒരു വിഷയം തളർന്നു പോകുമെന്നുള്ള കാരണത്താൽ ഞങ്ങളെ വെല്ലൂർ ആശുപത്രിയിലേക്ക് പറഞ്ഞു വിട്ടു. അവിടെ പോയി പുതിയ ടെക്നോളജികളിലൂടെ എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധിക്കുമോ എന്നുള്ള അതിന് വേണ്ടിയിട്ട് അവിടെയും ഞങ്ങൾ ഒരാഴ്ചയോളം അഡ്മിറ്റായി ചെക്കപ്പുകളെല്ലാം ചെയ്തു. അവിടെയും ഡോക്ടർ പറഞ്ഞത് ഈ സർജറി ഇവിടെ ചെയ്താലും നിങ്ങൾ നാട്ടിൽ ചെയ്താലും ഇത് തന്നെയായിരിക്കും സംഭവം. ഒരു 80-85% തളർന്നു പോകാനാണ് സാധ്യത. അങ്ങനെ പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്നും പോന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി പ്രാർത്ഥനയിലും ആദ്യം എൻ്റെ നിയോഗം വെച്ച് ഒത്തിരി പ്രാർത്ഥിച്ചു. അതിലുള്ള ഒത്തിരി കാരുണ്യ പ്രവൃത്തികളും ഉടമ്പടി പ്രാർത്ഥനകളും ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. 24 MRI ചെയ്തപ്പോൾ വീണ്ടും ഇത് തന്നെ ഗ്രോത്ത് വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി സർജറി ചെയ്യാതെ മുന്നോട്ട് പോയാൽ ബോഡി മൊത്തത്തിൽ തളർന്നു പോകുമെന്ന് പറയുന്നു. അതിനാൽ ഉടനടി സർജറി ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ആശുപത്രിയിൽ നേരെ ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്ന് കണ്ടു. അച്ഛൻ പ്രാർത്ഥിക്കുകയും എൻ്റെ ഈ ട്യൂമർ ഇരിക്കുന്ന ഭാഗത്ത് സൈത്ത് പൂശി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് പറഞ്ഞു, ധൈര്യമായി പോയിക്കോളൂ, ധൈര്യസമേതം സർജറി ചെയ്യൂ, കുഴപ്പങ്ങൾ ഒന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ അഡ്മിറ്റായി. സർജറി കഴിഞ്ഞു. കുഴപ്പങ്ങളൊന്നുമില്ല. എന്നാൽ ഒരല്പം ബലക്കുറവുണ്ട്. എന്നാലും നടക്കുന്നതിനോ മറ്റ് കാര്യങ്ങൾക്കൊന്നും എനിക്ക് ബുദ്ധിമുട്ടില്ല. ജോലി ചെയ്യാനുള്ള ഒരു ഇതിലോട്ട് വന്നിട്ടില്ലെങ്കിലും കിടന്നു പോകുമെന്ന് പറഞ്ഞ് എനിക്ക് നടക്കുവാൻ സാധിക്കുന്നുണ്ട്. അതെല്ലാം കൃപാസനം അമ്മയുടെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്നു. യേശുവേ നന്ദി, മാതാവിനും നന്ദി. ഞങ്ങളെ എൻ്റെ ഹസ്ബൻഡിനെ ഇങ്ങനെ ഇത്രയും നന്നായിട്ട് കാണുമെന്ന് ഓർത്തില്ല. മാതാവിൻ്റെ ഇടപെടലും ഈശോയുടെ ഇടപെടലും കൊണ്ടാണ് ഇത്രയും വരെ എത്തിച്ചത്. എവിടെ പോയാലും ഞങ്ങൾ ആ നേർച്ച വസ്തുക്കളും മെഴുകുതിരി പ്രാർത്ഥനയും മുടക്കാറില്ലായിരുന്നു. ഹോസ്പിറ്റലിലാണെങ്കിൽ അത് കയ്യിൽ ബാഗിൽ ആദ്യം എടുത്തു വെക്കുന്നത് അതായിരുന്നു. പിന്നെ ഇതുകൂടാതെ ഇത് ഏറ്റവും ഞങ്ങളുടെ വലിയൊരു സൗഖ്യം തന്നെയാണ്. പിന്നെ ഞങ്ങളുടെ മക്കളാണെങ്കിലും ഇപ്പോൾ മൂത്ത ആൾക്ക് വിദേശത്ത് വിദ്യാഭ്യാസം ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതും മാതാവിൻ്റെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് നേടിയതാണ്. മാതാവ് സാധിച്ചു തന്ന് മക്കളുടെ കാര്യത്തിൽ എഴുതാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓരോ അനുഗ്രഹവും മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും
അനുഗ്രഹത്താലെ ഞങ്ങൾക്ക് സാധിച്ചു തന്ന്. പിന്നെ ഇവിടുത്തെ നമ്മുടെ പത്രം ഞാൻ എല്ലായിടത്തും കൊണ്ടുപോയി വിതരണം ചെയ്യുമായിരുന്നു. പ്രാർത്ഥന, ബൈബിള് വായന മുടക്കാറില്ല. എല്ലാ ദിവസവും പള്ളിയിൽ പോയി കുർബാന കൂടാറുണ്ട്. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാരുണ്യ പ്രവൃത്തികളും നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നും പ്രാർത്ഥന മുടങ്ങാതെ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ വീട്ടിലുള്ളത്, ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥന മുടക്കാറില്ല. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായത്തിൽ തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു. കർത്താവ് ഇപ്രകാരം അറിയിക്കുന്നു എന്ന് പറയുക: ഞാൻ നിൻ്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തും. 3-ാം ദിവസം നീ കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകും. ഹെസക്കിയായുടെ രോഗശാന്തിയെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ നമുക്ക് തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കാണുവാൻ കഴിയുക. ഇവിടെ ജോഷി എന്ന മകന് 14 വയസ്സ് മുതൽ തനിക്ക് തുടങ്ങിയ ബാക്ക് പെയിൻ, അതിൻ്റെ കാരണവും ഇതെല്ലാം എന്താണെന്നൊക്കെ വ്യക്തമായിട്ട് നാം കേട്ടു. പിന്നീടത് ട്യൂമറാണ്. ഇനി അതിന് ഓപ്പറേഷൻ ചെയ്താൽ തന്നെ 85% പാരലൈസ്ഡ് ആകും. തനിക്ക് മുമ്പോട്ട് ജീവിതം പിന്നീട് അങ്ങനെയായിരിക്കും. ഇതൊക്കെയാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ഇന്ന് ഇവിടെ വന്നു നിന്ന് തൻ്റെ സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ അതിനിടയിൽ തങ്ങൾ കടന്നുപോയ അനുഭവങ്ങളൊക്കെ ഇവിടെ പങ്കുവെച്ച് നാം കേട്ട് കഴിഞ്ഞതാണ്. അങ്ങനെ ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിൻ്റെ കണ്ണീര് ഞാൻ കണ്ടു എന്ന് തിരുവചനങ്ങളിലൂടെ ഹെസക്കിയായോട് അരുളി ചെയ്ത് ഹെസക്കിയായ്ക്ക് രോഗശാന്തി നൽകുന്ന കർത്താവ് അന്ന് പറഞ്ഞ തിരുവചനമല്ല, ഇത് എന്നും ജീവിക്കുന്ന തിരുവചനമാണ് എന്നുള്ളതാണ് ഇന്ന് കൃപാസന അൾത്താരയിൽ പറയുന്ന ഓരോ അനുഭവങ്ങളും. അതാണ് നമുക്ക് ബോധ്യപ്പെടുത്തി തരിക. തൻ്റെ ജീവിതത്തിൽ തനിക്ക് വീണ്ടും ആരോഗ്യത്തോടെ തന്നെ ഇവിടെ വന്ന് നിൽക്കുവാനും തനിക്കിന്ന് എഴുന്നേറ്റ് നടക്കുവാനും കഴിയുന്നുണ്ട്. ഓപ്പറേഷനൊക്കെ സക്സസ് ആയി. അത് ഒത്തിരിയേറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞെടുത്ത് നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടൊക്കെ തനിക്ക് എങ്ങനെയാണ് വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് വരാൻ സാധിച്ചതെന്നുള്ള ഈ അനുഭവ സാക്ഷ്യം ഇവിടെ പങ്കുവെക്കുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.